ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ ഇരുന്ന് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് വന്നിട്ട് പ്രിയ പറയുന്നുണ്ട്, അമ്മ എനിക്ക് കളർ ചെയ്യണം, എനിക്ക് ക്രയോൺസ് വാങ്ങിത്താ അമ്മ. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, കയ്യിലുള്ള കളർ പെൻസിലൊക്കെ വെച്ച് കളർ ചെയ്താൽ മതി, ഇനി പുതിയ ക്രയോൺസ് ഒന്നും വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല. അപ്പോൾ പ്രിയ സങ്കടത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരുടെ അടുത്തും ക്രയോൺസ് ഉണ്ടമ്മ, എൻ്റെ കയ്യിൽ മാത്രമേ ക്രയോൺസ് ഇല്ലാതെ ഉള്ളൂ, എനിക്ക് വാങ്ങിത്താ അമ്മ. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വല്ലാത്ത ദേഷ്യമായ ഒരു അവസ്ഥയിലാണുള്ളത്, അതിനിടയിൽ വന്നിട്ട് അത് വാങ്ങിത്താ അമ്മ, ഇത് വാങ്ങിത്താ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ ദേഷ്യം കൂട്ടാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. പോവാന് എന്ന് പറയുന്ന സമയത്ത് പ്രിയ പറയുന്നുണ്ട്, അമ്മ വാങ്ങിത്തന്നില്ലെങ്കിൽ എന്താ, ഞാൻ പോയി ചന്ദ്രിക ആൻറ്റിയോട് പറഞ്ഞോളാം എനിക്ക് ക്രയോൺസ് വാങ്ങിത്തരാൻ. അതും പറഞ്ഞിട്ട് ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോവാൻ നോക്കുവാണ് പ്രിയ. അപ്പോഴേക്കും മേഘ പ്രിയയുടെ കൈ കിടന്ന് പിടിക്കുകയാണ്. ഏയ് പ്രിയ നിൽക്ക്. എന്നിട്ട് അവൾ എഴുന്നേറ്റിട്ട് പ്രിയക്ക് നല്ലൊരു തല്ല് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമുണ്ടോ, ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് വാങ്ങിക്കാന്നോ? എല്ലാവരും എന്നെ ആവശ്യത്തിൽ കൂടുതൽ കളിയാക്കുന്നുണ്ട്, നീയും കൂടി അവരുടെ കൂടെ ചേർന്നിട്ട് എൻ്റെ ദേഷ്യം കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പിച്ച എടുക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? പോടിയകത്ത് പോടിയകത്ത് എന്ന് പറഞ്ഞിട്ട് പ്രിയയെ പിടിച്ച് അകത്തേക്ക് തള്ളുവാണ്. അത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി കുഞ്ഞിനെ വേഗം പിടിച്ചിട്ട് മേഘയോട് ദേഷ്യപ്പെടുകയാണ്. ഏയ് എന്താ ഇത്, ഈ ഒന്നും അറിയാത്ത കുഞ്ഞിനെ നീ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? അതിനും മാത്രം തെറ്റായിട്ട് അവൾ എന്താ പറഞ്ഞത്? ക്രയോൺസിനല്ലേ അവൾ ചോദിച്ചത്, കാശില്ലെങ്കിൽ പിന്നീട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ നീ ആവശ്യമില്ലാതെ ആ കുഞ്ഞിനെ തല്ലുന്നത്? മോൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രിയയോട് അകത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൾ വേഗം അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മേഘ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ പ്രിയയെ തല്ലിയത് ക്രയോൺസ് ചോദിച്ചത് കൊണ്ടല്ല, എൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രിക ആൻറ്റിയുടെ അടുത്തേക്ക് പോയിട്ട് ക്രയോൺസ് വാങ്ങിക്കാം എന്ന് പറഞ്ഞതിനാണ് ഞാൻ അവളെ തല്ലിയത്. അത് കേട്ടുകൊണ്ടാണ് മനോഹരൻ വന്നത്. അവളുടെ അഹങ്കാരം കൊണ്ടല്ല അവൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞാൻ ചന്ദ്രിക ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് കാശുള്ള ചന്ദ്രിക ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് വാങ്ങിക്കാം എന്നല്ലേ അവൾ അതിനർത്ഥം വെക്കുന്നത്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഘ, ഇപ്പോൾ ആ കുഞ്ഞ് എന്താണ് തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്? അവൾ പറഞ്ഞത് ശരിയല്ലേ? ആ ശരിയാണല്ലോ, മുത്തശ്ശിയും പറയുന്നുണ്ട്. അല്ല ഇപ്പം നിൻ്റെ കയ്യിൽ കാശില്ലല്ലോ. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ നിങ്ങളും എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തി കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? മേഘ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനും ആകെ ദേഷ്യത്തോടെ അവളോട് പറയുന്നുണ്ട്, മേഘ എന്ത് പറയുമ്പോഴും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നിന്നാ പിന്നെ എന്താ നിന്നോട് സംസാരിക്കുക? മേഘ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേഘ നീ ചിന്തിച്ചു നോക്ക്, ചന്ദ്രിക എന്താ നമ്മുടെ ശത്രുവാണോ? നമ്മളോട് മനസ്സലിവ് തോന്നി ആ വീട്ടിൽ നിന്നും പുറത്താക്കിയപ്പോൾ ഈ വീട്ടിൽ നമുക്ക് താമസിക്കാൻ അവസരം തന്നതുപോലും അവളല്ലേ. അവളുടെ അടുത്ത് പോയി പ്രിയ ക്രയോൺസ് വേണമെന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഓരോ ദിവസവും തീയിൽ നിന്നും എഴുന്നേൽക്കുന്ന പ്രതീതിയാണ് എനിക്ക് ഈ വീട്ടിൽ നിന്നും ഉണരുമ്പോൾ. നിങ്ങൾ എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും കരുതിക്കോളൂ. എത്രയും പെട്ടെന്ന് ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ആ വീട് തിരിച്ചെടുത്ത് ആ വീട്ടിൽ പഴയ മേഘയായിട്ട് ഞാൻ വീണ്ടും ജീവിക്കും, നോക്കിക്കോ. മേഘയുടെ മനസ്സിലിരിപ്പ് കേട്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനും ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ ആ വീട്ടിൽ നീ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും നീ ജയിലിൽ പോകും. മുത്തശ്ശിയും അത് കേട്ടിട്ട് തലകുലുക്കുവാണ്. അപ്പം മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ജയിലിൽ പോവേണ്ടി വന്നാ ഞാൻ തനിച്ചായിരിക്കില്ല പോകുന്നത്, നിങ്ങളെ രണ്ടുപേരെയും ചേർത്തായിരിക്കും പോവുക. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. കേട്ടില്ലേ ചേച്ചി, ഇനി മുതൽ നിങ്ങളുടെ കൊച്ചുമോളെടുത്ത് നമ്മൾ നല്ല പേടിയോടെ വേണം നിൽക്കാൻ. മുത്തശ്ശിയും അത് ശരിവെക്കുകയാണ്. ആ സമയത്താണ് മനീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ രണ്ടും വലിയ കെട്ടുകളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മനോഹരന് വളരെ സന്തോഷമാവുകയാണ്. മനീഷ് അടുത്തെത്തിയ സമയത്ത് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. വാ മനീഷ്, വാ വാ വാ, അകത്തേക്ക് വാ. കൈ നിറയെ സാധനങ്ങളുണ്ടല്ലോ മനീഷ്, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ഇതൊക്കെ പ്രിയക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ഒത്തിരി സന്തോഷമാവുകയാണ്. ഇതൊക്കെ പ്രിയക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അത് മനോഹരന് നീട്ടിയപ്പോൾ തന്നെ മനോഹരൻ രണ്ട് കൈയും നീട്ടി വാങ്ങിക്കുന്നുണ്ട്. ആ തന്നേക്ക് തന്നേക്ക് തന്നേക്ക്. അത് കണ്ടപ്പോൾ മേഘക്ക് ദേഷ്യം വരികയാണ്. മാമോ, ആരെന്ത് വാങ്ങി തന്നാലും രണ്ട് കൈയും നീട്ടി വാങ്ങിക്കുകയാണോ? അപ്പോൾ മനീഷ് ദേഷ്യത്തോടെ മേഘയെ നോക്കുകയാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ അവനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മനീഷ്, നിന്നോട് അത് വാങ്ങിത്ത ഇത് വാങ്ങിത്ത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
ഇതൊക്കെ എടുത്തിട്ട് പോവാൻ നോക്ക്. അത് കേട്ട് മുത്തശ്ശിയും മനോഹരനും മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മനോഹരൻ പറയുന്നുണ്ട്, എന്താ മേഘ ഇങ്ങനെ സംസാരിക്കുന്നത്? മനീഷ് എന്താ അന്യനാണോ? നിന്റെ ഭർത്താവാണ് മോളെ, നിന്റെ ഭർത്താവ്. അത് കേട്ടപ്പോൾ കൊല്ലാനുള്ള ദേഷ്യമാണ് മേഘയിൽ ഉണ്ടാവുന്നത്. മനീഷ് അതിന് പ്രത്യേകിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, പ്രിയയുടെ അച്ഛനാണ് ഇയാള്. ആ ശരിയല്ലേ മോളെ, മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. അവരുടെ മകൾക്കുള്ളതാണ് അവർ വാങ്ങിയിട്ട് വന്നത്, അത് നീ എന്തിനാ വേണ്ടാന്ന് പറയുന്നത്? മനോഹരൻ ചോദിക്കുകയാണ്. പ്രിയയുടെ അച്ഛനാണെന്ന് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ എൻ്റെ ഭർത്താവാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് എൻ്റെ മാമനാണെന്ന് ഞാൻ നിങ്ങളെ നോക്കില്ല. മേഘ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. മനോഹരൻ പിന്നീന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, മേഘ മേഘ പോവല്ലേ മേഘ, പോവല്ലേ മേഘ. എന്നിട്ട് മനീഷിനോട് പറയാണ്, ഒരു നിമിഷം മനീഷ്, ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മേഘയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മതിയടാ നിർത്ത്. എന്നിട്ട് അവരകത്തേക്ക് നോക്കിയിട്ട് പ്രിയയെ വിളിക്കുകയാണ്. പ്രിയ, ഇതാരാ വന്നേ നോക്ക്. പ്രിയ പുറത്തേക്ക് വന്നപ്പോൾ മനീഷിനെ കണ്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. ഹായ് അച്ഛാ. മനീഷ് മകളെ കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, എൻ്റെ മോൾ എന്തിനാ കരയുന്നത്? അവളുടെ കണ്ണ് കണ്ടപ്പോൾ മനീഷ് ചോദിക്കുകയാണ്. അമ്മ എന്നെ അടിച്ചു. എന്തിനാ മോളെ അമ്മ അടിച്ചത്? ഞാൻ ക്രയോൺസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ തല്ലി. പ്രിയ സങ്കടങ്ങളൊക്കെ അച്ഛനോട് പറയാണ്. മനോഹരനും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേ മനീഷ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മോക്ക് ക്രയോൺസ് വേണമെങ്കിൽ അച്ഛനെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? എന്ത് വേണമെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ മതി, അച്ഛൻ വാങ്ങിത്തരാം മോൾക്ക്. ഇനി അമ്മയോട് മോൾ ഒന്നും ചോദിക്കണ്ട കേട്ടോ. അത് കേട്ടപ്പോൾ മനോഹരനും സന്തോഷമാവുകയാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കവറുകൾ പ്രിയയെ കൊടുത്തിട്ട് മനീഷ് പറയുന്നുണ്ട്, ഇന്നാ ഇതിൽ ഫ്രൂട്ട്സ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്, എൻ്റെ മോൾ ഇതൊക്കെ കഴിച്ചോട്ടോ. ഓക്കെ അച്ഛാ, വാങ്ങിക്കോ വാങ്ങിക്കോ, വേഗം തന്നെ വാങ്ങിയിട്ട് അകത്തേക്ക് പോയിക്കോ. മനോഹരൻ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മനീഷ് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. മേഘ പണയില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുവാണ്. നിന്റെ കയ്യിലുണ്ടെങ്കിൽ ചെലവിന് എന്തെങ്കിലും പണം തന്നിട്ട് പോകാമോ? അത് കേട്ട് മനോഹരനും സന്തോഷത്തോടെ മനീഷിനെ നോക്കുകയാണ്. അപ്പം മനീഷ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഈ കാര്യം മേഘയ്ക്ക് എന്നോട് പറഞ്ഞൂടെ? അപ്പോൾ തലതാഴ്ത്തിക്കൊണ്ട് സങ്കടത്തോടെ മുത്തശ്ശി പറയാണ്, നിനക്ക് മേഘയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. അവളുടെ പൊട്ട അഹങ്കാരം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ മനീഷ് കൂടുതലായിട്ടൊന്നും ചോദിക്കാതെ പേഴ്സ് എടുത്തിട്ട് പണം എടുക്കുകയാണ്. ഇന്നാ ഇത് മേഘയ്ക്ക് കൊടുത്തേക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം മോനെ, ഇത് വെച്ച് ഒരു മാസം ഞങ്ങളുടെ ചെലവ് നടന്നോളും. മനോഹരനാണെങ്കിൽ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ശരി മുത്തശ്ശി, ഞാൻ പോട്ടെ. ശരി മോനെ. അവർ യാത്ര പറയാണ്. പ്രിയ, അച്ഛൻ പോട്ടേടാ. അച്ഛൻ ഇന്ന് ഓഫീസിൽ പോവാൻ സമയമായി. നാളെ വന്ന് അച്ഛൻ മോൾക്കുള്ള ക്രയോൺസുമായിട്ട് വരാം. ഓക്കെ അച്ഛാ. എന്നിട്ട് മനീഷ് അവിടുന്ന് പോകുന്ന സമയത്ത് മനോഹരൻ പിന്നീന്ന് വിളിച്ചു പറയുന്നുണ്ട്, മനീഷ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നോളൂ, കയ്യിൽ വരുമ്പോൾ കവറൊക്കെ ആയിട്ട് വന്നാൽ മതി. മനീഷ് അവിടുന്ന് പോയ സമയത്ത് പ്രിയയോട് മനോഹരൻ അകത്തേക്ക് പോയിക്കോന്ന് പറയാണ്. മാമന് കൂടെ ഉള്ളത് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ബാക്കി മാമനും കൂടെ വെക്കാനാണ് പറയുന്നത്. ചേച്ചി, മനീഷ് ഒരുപാട് പണം തന്നിട്ടാണല്ലോ പോയത്, എത്രയുണ്ടെന്ന് എണ്ണി നോക്ക് ചേച്ചി. അപ്പോൾ മുത്തശ്ശി അത് എണ്ണി നോക്കുകയാണ്. 5000 രൂപ ഉണ്ടായിരുന്നു. അവരുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച സന്തോഷമാണ്. മനോഹര, ഇത് 5000 രൂപയുണ്ട്. 5000 രൂപയോ? സൂപ്പർ ചേച്ചി, സൂപ്പർ. മനോഹരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അപ്പോഴേക്കും മേഘ അകത്തു നിന്നും ഓടിപ്പാഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന പണം പിടിച്ചു വാങ്ങിയിട്ട് അവൾ ചോദിക്കുകയാണ്, ഈ പണം ആര് തന്നിട്ട് പോയതാ? മനീഷ് തന്നതാ മോളെ. പേടിച്ച് പേടിച്ച് മുത്തശ്ശി പറയാണ്. നാണയില്ലേ, അവൻ്റെ അടുത്ത് പോയിട്ട് പിച്ച എടുത്തതാണോ നിങ്ങളിത് എന്നും പറഞ്ഞിട്ട് മേഘ ആ പണം നടുവിൽ നിന്നും വലിച്ചു കീറുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ മനോഹരനും മുത്തശ്ശി അന്താളിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞിട്ട് മനീഷ് കൊടുത്ത പണമായിരുന്നു അത്. അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടമാവുകയാണ്. അപ്പം മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാരെടുത്തുനിന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്നും വാങ്ങിക്കാൻ പാടില്ല. ഛേ എന്നും പറഞ്ഞ് മേഘ അകത്തേക്ക് പോവാണ്. മേഘ, മനോഹരൻ പിന്നീന്ന് വിളിക്കുന്നുണ്ട്. എടി ദുഷ്ടേ. മുത്തശ്ശി സങ്കടത്തോടെ തലയിൽ കൈവെക്കുകയാണ്. അവൾ വലിച്ചു കീറിയ നോട്ടുകൾ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് മുത്തശ്ശി മേഘയെക്കുറിച്ചുള്ള കുറ്റം പറയാണ് മനോഹരനോട്. പണം ഇങ്ങനെ നടുവെ കീറിയിട്ട് പോകുന്നേ, ഇവളൊക്കെ എപ്പോഴെങ്കിലും നന്നാവോടാ? ഇവളൊരിക്കലും നന്നാവില്ല എന്നൊക്കെ ഇങ്ങനെ പിറുവിറുത്തോണ്ടിരിക്കുകയാണ് അവർ. ചേച്ചി, എനിക്ക് തോന്നുന്നത് മേഘയ്ക്ക് ശരിക്കും വട്ടാണെന്നാണ്. അല്ലാതെ ഇത്രയും പണമില്ലാത്ത ഈ ഒരു സമയത്ത് കയ്യിൽ വന്ന ഈ മഹാലക്ഷ്മിയെ ആരെങ്കിലും ഇങ്ങനെ വലിച്ച് കീറി കളയുമോ? അതേടാ, ചെകുത്താൻ എപ്പോഴും ലക്ഷ്മിയെ ഇഷ്ടമുണ്ടാവില്ല, മൂദേവി ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. കറക്റ്റ്, ശരിയാ ചേച്ചി പറഞ്ഞത്.
ഷെയ്ത്താൻ്റെ കുട്ടിയാണ് ആ പോയത്. മനോഹരൻ അതും പറഞ്ഞിട്ട് മേഘ വലിച്ചു കീറിയ പണം എടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാടാ കീറിയ പണം എടുക്കുന്നതെന്ന്. ഒരു മിനിറ്റ് ചേച്ചി പറഞ്ഞു തരാം. ആ പണമൊക്കെ എടുത്ത് വന്നിട്ട് മനോഹരൻ പറയാണ്, ഈ പണമൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തിട്ട് കുട്ടി അറിയാതെ വലിച്ചു കീറിയതാണെന്ന് പറഞ്ഞാൽ അവർ മാറ്റിത്തരും. അത് നല്ല ഐഡിയടാ. പക്ഷേ ഈ കാര്യം മേഘ അറിയണ്ട. അറിഞ്ഞാ അവൾ ആ പണവും വലിച്ചു കീറിക്കളയും. അവൾ അറിയാതെ പോയി ഇത് മാറ്റിയിട്ട് വാ. ശരി ചേച്ചി, ഞാൻ വേഗം പോയിട്ട് വരാം. മനോഹരൻ പോയപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മേഘയുടെ അടുത്ത് നിന്ന് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വരിക എന്ന് ഒരെത്തും പിടിയുമില്ലല്ലോ ദൈവമേ. അവർക്ക് അവരുടെ വിധിയോർത്ത് സങ്കടം തോന്നുവാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടി. ചന്ദ്രിക ക്ഷേത്രത്തിനകത്താണ്, പുറത്ത് കാത്തു നിൽക്കുകയാണ് സിദ്ധു. ആ സമയത്ത് അവനാകെ വിഷമത്തോടെയാണ് നിൽക്കുന്നത്. കാരണം അല്പം മുമ്പ് അവൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സിദ്ധു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചന്ദ്രിക നല്ല പെണ്ണ് തന്നെയാണ്, ആ കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല. പക്ഷേ അവൾ നിനക്ക് യോജിച്ച പെണ്ണാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം. ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ചന്ദ്രികയ്ക്ക് ഒരു കല്യാണം ആദ്യം കഴിഞ്ഞതാണ്, അതിനൊരു കുഞ്ഞുമുണ്ട്. അവളെ എങ്ങനെയാ മോനെ നിന്നെ കൊണ്ട് കല്യാണം നടത്തിക്കുക? അവളെ എൻ്റെ മോന് വേണ്ട. അമ്മയെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് സിദ്ധാർത്ഥ് വിഷമത്തോടെ നിൽക്കുന്നത്. സിദ്ധാർത്ഥ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിൽ നിന്ന് മണിയടിക്കുന്നത്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക വരുന്നുണ്ടായിരുന്നു. അവൾ വരുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഏതോ ഒരു ലോകത്തെന്ന പോലെ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സർ കോവിലെ മണി ആദ്യമായിട്ട് അടിക്കുന്നത് കാണുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൻ്റെ മുഖം ആകെ വാടിയിരിക്കുകയാണ്. പക്ഷെ ചന്ദ്രികയോട് ഇക്കാര്യം പറയാനുള്ളൊരു ധൈര്യവും അവനുണ്ടായിരുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ ഇത് അറിയാത്തത് കൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ജോളിയായിട്ടാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. കോവിലിൻ്റെ ക്ഷേത്രത്തിന് മുകളിലുള്ള ആ മണി ആര് കൊണ്ടുവച്ചതാണെന്നാണോ സാർ ചിന്തിക്കുന്നത്? ഹേയ്, അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രിക, സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മുഖം ആകെ വാടിയിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, കുറച്ചു നേരമായിട്ട് ഞാൻ സാറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സാർ എന്തോ മറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ സാർ, ഞാൻ അറിയാത്ത എന്താ സാറിൻ്റെ മനസ്സിലുള്ളത്? ഇല്ല ചന്ദ്രിക, അങ്ങനെയൊന്നുമില്ല, വാ നമുക്ക് പോവാം. അപ്പോൾ ചന്ദ്രിക വിഷമത്തോടെ പറയാണ്, ക്ഷേത്രത്തിനകത്ത് പ്രാർത്ഥിക്കാനോ നിങ്ങൾ വന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് പ്രസാദമെങ്കിലും ചോദിച്ചു വാങ്ങിക്കായിരുന്നു. ഇനി പ്രസാദവും വേണ്ട എന്നാണോ? സിദ്ധാർത്ഥ് ഒന്നും മറുപടി പറയാതെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അത് കണ്ട് ചന്ദ്രയ്ക്ക് വീണ്ടും വിഷമാവുന്നുണ്ട്. അവൾ ചോദിക്കുകയാണ്, എന്താ സാർ, എന്താ സാറിൻ്റെ പ്രശ്നം? എന്തോ ഒരു മാതിരിയാണല്ലോ സാറിന് ഇന്നുള്ളത്. ഏയ് ഒന്നുമില്ല, പ്രസാദം താ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി സിദ്ധു തൊടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വാ പോവാം. അങ്ങനെ ഒരു വിഷമത്തോടെ തന്നെയാണ് രണ്ടുപേരും കാറിനകത്തേക്ക് കയറുന്നത്. കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്താണ് ചന്ദ്രിക ആ കാര്യം കാണുന്നത്. അല്പം ദൂരത്തോട്ടായിട്ട് ജ്യോതിയും അവളുടെ സഹോദരനും സുന്ദരിയോട് സംസാരിച്ച് നിൽക്കുകയാണ്. വളരെ അടുത്തിടപഴകിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ ചന്ദ്രികക്ക് ആകെ ഒരു ഞെട്ടലാണ് തോന്നുന്നത്. അപ്പോൾ അവൾ സിദ്ധുവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, സർ അങ്ങോട്ടേക്ക് നോക്ക്. സുന്ദരി ആരുടെ കൂടിയാണ് സംസാരിക്കുന്നതെന്ന് നോക്ക്. സിദ്ധാർത്ഥ ആകെ ഞെട്ടിയിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, ജ്യോതിയെയും അവളുടെ സഹോദരനെയും സുന്ദരിക്ക് ആദ്യമേ അറിയാമോ? എനിക്കറിയില്ല സർ, ഞാനും അത് തന്നെയാണ് നോക്കുന്നത്. എന്നാൽ അവർ 3 പേരും ചന്ദ്രികയും സിദ്ധാർത്ഥനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഇവർ സംസാരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അവർ മുൻപ് പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് തോന്നുന്നത്. അവർ തമ്മിലുള്ള സംസാരം കഴിഞ്ഞപ്പോൾ സുന്ദരി ഒരു ഭാഗത്തേക്കും ജ്യോതിയും അവളുടെ ഏട്ടനും മറ്റേ ഭാഗത്തേക്കും പോവാണ്. അപ്പോൾ ചന്ദ്രിക ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. സുന്ദരി അതിനു മാത്രം എന്തായിരിക്കും ജ്യോതിയായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് സുന്ദരിക്ക് ജ്യോതിയോട് എന്താണ് പറയാനുണ്ടായിട്ടുണ്ടാവുക? ജ്യോതി കാരണമാണ് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് സുന്ദരിക്ക് ആദ്യമേ അറിയാം. അങ്ങനെയുള്ളപ്പോൾ സുന്ദരി ജ്യോതിയായിട്ട് സംസാരിക്കുന്നത് എന്തായിരിക്കും? സിദ്ധാർത്ഥിനും നല്ല സംശയം ഉണ്ടായിരുന്നു. ചന്ദ്രിക, ഇത് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. സുന്ദരിയോട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പം തന്നെ സംസാരിക്കണം. അതെ സർ, നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലെത്തി സുന്ദരിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സിദ്ധുവും ചന്ദ്രികയും ഇക്കാര്യത്തെ തന്നെ ആലോചിച്ച് നിൽക്കുകയാണ്. അവസാനം ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു സർ, നമുക്ക് സുന്ദരി ജ്യോതിയും അവളുടെ സഹോദരനുമായിട്ട് എന്താണ് സംസാരിച്ചത് എന്ന് അന്വേഷിച്ചാലോ? ശരി ചന്ദ്രിക, നീ പോയി സുന്ദരിയെ കൂട്ടിയിട്ട് വാ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ച് ചോദ്യം ചെയ്യുകയൊന്നും വേണ്ട സർ, അങ്ങനെ ചെയ്താൽ സംശയം വരും. ഒന്നും അറിയാത്തതുപോലെ നമുക്ക് അവളോട് സംസാരിക്കാം. അപ്പോഴേ അവളുടെ ഭാഗത്തു നിന്നും സത്യം പുറത്തു വരൂ.
ശരി വാ, എങ്കിൽ അവിടെ പോയി ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അടുക്കളയിൽ വന്നപ്പോൾ സുന്ദരി അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. സുന്ദരി, ഇന്ന് എന്താ സ്പെഷ്യൽ? സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സിദ്ധു അഭിനയിച്ചുകൊണ്ട് പറയാണ്, സുന്ദരി എനിക്കെന്തോ തലവേദനിക്കുന്നത് പോലെ, എനിക്കൊരു ഗ്ലാസ് കോഫി എടുത്തു തരാമോ? ആ, എടുത്തു തരാം സർ. അപ്പോൾ ചന്ദ്രിക പറയാണ്, എങ്കിൽ പിന്നെ എനിക്കും കൂടി ഒരു ഗ്ലാസ് എടുത്തോളൂ. ശരി ചന്ദ്രിക, ഇതൊന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന പാചകം ചന്ദ്രികയെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് കോഫി എടുക്കാൻ പോവുകയാണ് സുന്ദരി. അവർ രണ്ടുപേരും സുന്ദരിയെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സുന്ദരിയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് കോഫിക്ക് വേണ്ടി വെക്കുന്നുണ്ട്. ചന്ദ്രിക അവിടെ തന്നെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സിദ്ധുവും ചന്ദ്രികയും പരസ്പരം കണ്ണുകൾ കൊണ്ട് സംസാരിക്കുകയാണ്. സിദ്ധു പറയുന്നുണ്ട് ചോദിച്ചോളൂ എന്ന്. അപ്പോൾ സുന്ദരി തിരിച്ചു വന്നിട്ട് അവരുടെ പാചകം തുടരുകയാണ്. ആ സമയത്ത് ചന്ദ്രിക ഒന്നും അറിയാത്തതുപോലെ പെട്ടെന്ന് ചോദിക്കുകയാണ്, അല്ല സുന്ദരി, നിങ്ങൾക്ക് ജ്യോതി എത്ര കാലമായിട്ട് അറിയാം? പെട്ടെന്ന് ചന്ദ്രിക അങ്ങനെ ചോദിച്ചപ്പോൾ സുന്ദരി ആകെ വല്ലാതാവുകയാണ്. എന്നിട്ടും അവർ വിട്ടുകൊടുക്കുന്നില്ല. ഏത് ജ്യോതി ചന്ദ്രിക? ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും വിട്ടുകൊടുക്കുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് സംസാരിച്ചില്ലേ, ആ ജ്യോതി. അപ്പോൾ അവൾ കണ്ടതുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ സുന്ദരി ആകെ വല്ലാതായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.